മറ്റു ചില പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് NDAയിലേക്ക് കൂടുതൽ പ്രാദേശിക കക്ഷികളെ എത്തിച്ച് BJP. ത്രിപുരയിലെ മുഖ്യ പ്രതിപക്ഷമായ തിപ്രമോദയും ഒഡീഷയിൽ ഭരണത്തിലുള്ള ബിജു ജനതാദളും NDAയിൽ ചേർന്നു. തിപ്രമോദയുടെ 2 നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒഡീഷയിൽ 14 സീറ്റിൽ BJPയും 7 സീറ്റിൽ BJDയും മത്സരിക്കും. കൊൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത് ഗാംഗുലി BJPയിൽ ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകളെന്ന പ്രഖ്യാപിത ലക്ഷ്യം ഉറപ്പാക്കാനാണ് NDA വിപുലീകരണത്തിലൂടെ BJPയുടെ ശ്രമം. ത്രിപുരയിൽ തിപ്രമോദയുടെ അനിമേഷ് ദേബർമ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചാണ് മന്ത്രിസഭയിൽ ചേർന്നത്. ഋഷകേതു ദേബർമയും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ ത്രിപുര നിയമസഭയിൽ NDA MLAമാരുടെ എണ്ണം 46ആയി. CPIM-ന് 10ഉം കോൺഗ്രസിന് 3ഉം സീറ്റുകളാണ് നിയമസഭയിലുള്ളത്. ത്രിപുരയിൽ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ ഒഡീഷയിൽ പ്രതിപക്ഷമായ BJP ഭരണത്തിലുള്ള BJDയുമായി സഖ്യമുണ്ടാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 14 സീറ്റിലും BJD 7 സീറ്റിലും മത്സരിക്കും. 15 വർഷത്തിനു ശേഷം BJD NDAയിൽ തിരിച്ചെത്തിയതോടെ ഒഡീഷയിലെ 147 അംഗ നിയമസഭയിൽ NDAയ്ക്ക് 133 സീറ്റുകളായി. കാൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത് ഗാംഗുലി സോൾട്ട് ലേക്കിലെ BJP ആസ്ഥാനത്ത് വച്ച് അംഗത്വം സ്വീകരിച്ചു. BJPയുടെ പടയാളിയായി പ്രവർത്തിക്കുമെന്നും അഴിമതി നിറഞ്ഞ തൃണമൂൽ ഭരണത്തെ പുറത്താക്കുകയാണ് ലക്ഷ്യമെന്നും അഭിജിത് ഗാംഗുലി പറഞ്ഞു. 24 ഡൽഹി.